മതികെട്ടാൻ്റെ ആ കയ്യേറ്റ മേഖലയിലെ ഓരോ മരങ്ങളും വെട്ടിയിട്ടിരിക്കുന്ന ഓരോ മരങ്ങളും കത്തിച്ചാമ്പലാക്കിയ ഓരോ മരങ്ങളും അദ്ദേഹം നേരിൽ കണ്ടു. അതിനുശേഷം കേരള നിയമസഭയിൽ ആ പ്രശ്നം ഉന്നയിച്ചു. കേരളം ഒട്ടാകെ മതികെട്ടാൻ കയ്യേറ്റം വലിയൊരു വിവാദമായി മാറി. അതിനുശേഷം അതിന് ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർക്കശമായ നടപടിയുണ്ടായി. ആ കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. പിന്നീട് മതികെട്ടാൻ ചോല എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്കാക്കി അതിനെ മാറ്റി തീർക്കാൻ കഴിച്ചു. VSന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിലെ അതിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയായിട്ടുള്ള ആനമുടി റീജിയനിൽപ്പെട്ട ആ ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു കലവറയായിട്ടുള്ള ആ ഭൂപ്രദേശത്തെ നമുക്ക് ഒരു നാഷണൽ പാർക്കാക്കി സംരക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. അന്നു മുതൽ കേരളത്തിലെമ്പാടും ഹരിത രാഷ്ട്രീയത്തിൻ്റെ വ്യക്തമായിട്ടാണ് VS നിലനിന്നത്. പിന്നീട് ഇങ്ങോട്ട് പൂയ്യംകുട്ടി വനമേഖലയിൽ നടന്നിട്ടുള്ള കയ്യേറ്റത്തിനെതിരെ അദ്ദേഹം ശക്തമായ നിലപാടാണ് എടുത്തത്. അന്ന് പൂയ്യംകുട്ടി സംരക്ഷണ സമിതിയുടെ കൺവീനർ എന്ന നിലയിൽ പൂയ്യംകുട്ടിയുടെ കയ്യേറ്റത്തെക്കുറിച്ച് എറണാകുളത്ത് പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം നടത്തി ഞാൻ വിവരം പുറത്തു പറയുമ്പോൾ അന്നത്തെ വനമന്ത്രിയായിരുന്ന K. സുധാകരൻ പൂയ്യംകുട്ടി സന്ദർശിക്കുകയും ഇവിടെയെങ്ങും കയ്യേറ്റമേ ഇല്ല എന്ന് പ്രസ്താവന ഇറക്കുകയുണ്ടായി. ഞാൻ ശ്രീ VSനെ പോയി കണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു. വ്യാപകമായി കയ്യേറ്റം നടക്കുന്നു, അങ്ങ് ഇവിടെ സന്ദർശിക്കണമെന്ന് പറഞ്ഞു. ഒരു മടിയും കൂടാതെ VS ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂയ്യംകുട്ടി വനമേഖലയിൽ സന്ദർശനം നടത്തി. ഏതാണ്ട് 10,624 ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണം വരുന്ന പൂയ്യംകുട്ടി വനത്തിനുള്ളിൽ വഴികൾ തെറ്റിപ്പോകാനുള്ള വലിയ സാധ്യതകളുണ്ട്. അത്തരം വഴിതെറ്റാവുന്ന സാധ്യതയുള്ള സ്ഥലത്ത് അദ്ദേഹത്തെ ഈ കയ്യേറ്റ മേഖല കാണിക്കാതിരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും മനഃപൂർവ്വമായി വഴി തെറ്റിച്ചു വിടുകയും ആ വഴി തെറ്റിപ്പോകുന്ന സന്ദർഭത്തിൽ കൂടെയുള്ള ആളുകൾ ഒരുപാട് ദൂരം നമ്മൾ സഞ്ചരിച്ചു, നമുക്ക് മടങ്ങിപ്പോകാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞെങ്കിലും അദ്ദേഹം പറഞ്ഞു കയ്യേറ്റം ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്. വളരെയധികം നന്ദി ശ്രീ ജോൺ പെരുവന്താനം സംസാരിച്ചതിന്. അദ്ദേഹത്തിന്റെ ആർജവത്തിനൊപ്പം അദ്ദേഹത്തിന്റെ ആ ചുറുചുറുക്കിനൊപ്പം നടന്നെത്താൻ അന്ന് ചെറുപ്പക്കാരായിരുന്ന കൂടെയുള്ളവർക്ക് പോലും സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത്ര വലിയ പ്രതിഷേധവുമായി പ്രതിഷേധക്കാർ കയ്യേറ്റക്കാരുടെ ആയുധങ്ങളായി മുന്നിൽ നിന്ന സമയത്ത്, എല്ലാവരും ഒന്ന് പകച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കാറിന്റെ ഡോർ ശക്തിയായി തുറന്ന് പുറത്തിറങ്ങിയിട്ട് ആരാടാ തടയാൻ കാണട്ടെ എന്ന വെല്ലുവിളിയുടെ ഉറക്ക പറഞ്ഞു എന്ന് അന്ന് കൂടെയുള്ളവർ പിന്നീട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. VSന്റെ ആജ്ഞാ സ്വരത്തിന് മുഴക്കത്തിൽ ആ കൂട്ടം തന്നെ ചിതറിയോടിയതായി അന്ന് കൂടെയുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർ പിന്നീട് പറയുകയും ചെയ്തു. അതാണ് VS.